റൈഫിൾ പബ്ലിക് നല്ല പടമാണ്. ആഷിഖ് കപൂറിൻ്റെ നല്ലൊരു മേക്കിംഗ് സിനിമയായിരുന്നു. ഫുൾ ത്രൂ ഔട്ട് ആക്ഷൻ സീക്വൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂത്തിന് കണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി ആക്ഷൻ സിനിമ. DOP നൈസായിരുന്നു. ഞാൻ അവസാനമാണ് എഴുതി കാണിച്ച പറഞ്ഞത് പുള്ളി തന്നെയാണ് അതിൻ്റെ DOP ചെയ്തതെന്ന്. DOP നൈസായിരുന്നു. ഉണ്ട് അമൽനീരത്തിൻ്റെ അതേപോലത്തെ ഒരു ടെക്നിക്കൽ സ്റ്റൈൽ, അല്ലെങ്കിൽ ഗിരീഷ് ഗംഗാധരനെ പോലെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഒരു സാധനം ഫീൽ ചെയ്തു. നന്നായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. 2 മണിക്കൂർ ശരിക്കും ഇത് 2 മണിക്കൂർ സിനിമയാണ്. ഒരു 2 മണിക്കൂർ ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സീക്വലിനൊക്കെ സാധ്യത ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് സാധനമാണ്. മാർക്കോ എനിക്ക് ഒട്ടും പ്രതീക്ഷയില്ല ഓപ്പണായിട്ട് പറയാൻ. കാര്യം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അതിൻ്റെ ഡയറക്ടറായാലും ഒക്കെ അത്രയും പ്രോമിസ് ചെയ്യുന്നതല്ല. പിന്നെ അവർ അത്രയും വയലൻസ് കൊണ്ടുവന്നൊരു സാധനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ഒരു കൗതുകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയതായിട്ടൊന്നും തോന്നുന്നില്ല. ഒരു മിറാക്കിൾ സംഭവിക്കണം തിരിച്ചു വരാൻ. പടം അടിപൊളിയായിരുന്നു, നൈസായിരുന്നു. അവരുടെ ഒരു മേക്കിംഗ് നൈസായിരുന്നു. പിന്നെ കൂടുതലും അറിയാലോ ഷൂട്ടിംഗ് ആണ്, വേറെ രോമാഞ്ചം അത് തന്നെ. ത്രൂ ഔട്ട് ആക്ഷൻ തന്നെയാണ് പടം. ആക്ഷൻ തന്നെ. അതിൽ നിന്നും ലൈക്ക് അതിൽ നിന്നും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടുണ്ടായിരുന്നു. DOP ലെവല് നൈസാണ്. ഓരോ ഷോർട്സ് ആയാലും മീൻസ് നിങ്ങൾ കാണുക, കണ്ടിട്ട് പറയുക. ഇപ്പം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും വരുന്നത്. അടിപൊളിയാണ്. റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആൻസിപ്പേറ്റഡ് മൂവിയായിരുന്നു ആഷിഖ് കപൂറിൻ്റെ. പക്ഷേ പുള്ളിയുടെ കുറേ നാൾക്ക് ശേഷം ഉള്ളൊരു മൂവിയാണ്. ബാക്ക്ഗ്രൗണ്ടും ബാക്കിയുള്ള സംഭവങ്ങളും മേക്കിങ്ങും ഒക്കെ കിടിലമാണ്. DOP അടിപൊളിയാണ്. പിന്നെ തുടക്കം മുതൽ അവസാനം വരെ അങ്ങേയറ്റം കിടിലമാണ്. റെക്സ് വേജിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ടും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇത് വിസിലടിക്കാനുള്ള ഒത്തിരി മൊമെൻറ്റ്സ് ഉണ്ട്. അടിപൊളിയാണ്, മസ്റ്റ് വാച്ച്. തിയേറ്റർ മൂവിയാണ്. എന്ത് പറഞ്ഞാലും OTT മൂവിയല്ല, തിയേറ്റർ മൂവിയാണ്. ആദ്യം മുതൽ അവസാനം വരെ കിടിലമായിട്ടുണ്ട്. വളരെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള മൂവിയാണ്. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് തിയേറ്റർ മൂവിയാണ്, അല്ലാതെ എന്ന് തോന്നുന്നു. അത് വരട്ടെ, ബാറോസ് വരട്ടെ. നല്ല സിനിമ, കണ്ടോണ്ടിരിക്കാൻ കൊള്ളാം. നല്ല സിനിമ.